വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും മൗനം തുടർന്നിരുന്നു. ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഒടുവിൽ മൗനം വെടിയുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഏതൊക്കെ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നത് നിർണായകമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അമൽ തേൻപറമ്പിലോട് ചോദിക്കാം. അമൽ ചേരുന്നുണ്ട് രാവിലെ. ഗുഡ് മോർണിംഗ് അമൽ. അമൽ, ഒടുവിൽ നമ്മൾ ഈ പറയാറില്ലേ, ഒടുവിൽ എന്താണ് മറുപടി പറയുക എന്നതിലേക്ക് കാത്തു നിൽക്കുകയായിരുന്നു. മറുപടി പറയുമോ, പ്രതികരിക്കുമോ എന്നതിന് കാത്തു നിൽക്കുകയായിരുന്നു. ഇതാ പ്രതികരിക്കുമെന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും. ഏതെല്ലാം വിഷയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. വിവാദ വിഷയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന സമയത്തൊന്നും മുഖ്യമന്ത്രി അതിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പൊതുവേദിയിലോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ചോ ഒന്നും വിശദീകരണം നൽകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ സമയത്ത് പോലും ഒരു കൃത്യമായ വിശദീകരണമൊന്നും ആ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് പലതും. പക്ഷേ അതിലൊന്നും വിശദീകരണം നൽകാൻ തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശിക്കെതിരെ ഉയർന്ന അതീവ ഗുരുതരമായ ആരോപണം, അതും സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ, കൊലപാതക കേസ് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളാണ്. സ്വാഭാവികമായും അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ആ വിഷയങ്ങളിൽ ഇന്നൊരു വിശദീകരണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലും ഇന്ന് നമുക്ക് മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടാവുന്നതാണ്. ആ വിഷയത്തിലും മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPI ഒക്കെ കടുത്ത അതൃപ്തിയിലാണ്. മാത്രമല്ല PV അൻവറും CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അടക്കമുള്ള ആളുകളൊക്കെ ജനയുഗം പത്രം പോലൊരു പത്രത്തിലൊക്കെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണം എന്നുള്ള കാര്യം. അതിലൊന്നും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണത്തിൽ ആരോപണ വിധേയനായ ഒരാൾ ഇപ്പോൾ അന്വേഷണ മേൽനോട്ടം വഹിക്കുകയാണ്, ADGP MR അജിത് കുമാർ. ആ വിഷയങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നത് സംബന്ധിച്ചൊരു വിവരാവകാശ രേഖയൊക്കെ പുറത്തു വന്നിരുന്നു. ആ വിവരാവകാശ രേഖ നൽകിയ ആളെ ഇന്നലെ രാത്രി വൈകി പുറത്താക്കുകയും ചെയ്തു. അയാൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്ത നടപടിയാണ് ഉണ്ടായത്. അഡീഷണൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പൂരം കാലങ്കോലമായ വിഷയത്തിൽ വിശദീകരണം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയിലെ ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ അധിക തുക ചിലവാക്കിയെന്നും അതോടൊപ്പം തന്നെ ദൂർത്താണ് നടക്കുന്നതെന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒന്നിലധികം വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നൊരു 11 മണിയോട് കൂടി വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോദി.